അയോധ്യയെങ്ങും ഉത്സവ ലഹരിയിലാണ്. ജനുവരി 22 നടക്കുന്ന രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനുള്ള തയ്യാറെടുപ്പിലാണ് ജനങ്ങളേവരും. പ്രത്യേക ക്ഷണിതാക്കൾക്കല്ലാതെ ചടങ്ങിലേക്ക് എല്ലാ ഭക്തർക്കും പ്രവേശനമില്ലെങ്കിലും ശ്രീരാമസ്വാമിക്കായി തങ്ങളുടെ കഴിവിനൊത്ത സമർപ്പണം നടത്തുവാൻ മത്സരിക്കുകയാണ് ലോകത്തെമ്പാടുമുള്ള രാമഭക്തർ. വലുപ്പത്താലും സവിശേഷതകളാലും റെക്കോർഡ് ബുക്കിൽ ഇടം തേടുന്ന നിരവധി കരകൗശല വസ്തുക്കളാണ് ക്ഷേത്ര ട്രസ്റ്റിന് ലഭിക്കുന്നത്. അയോധ്യയിലേക്കെത്തുന്ന അത്ഭുത സമർപ്പണങ്ങളുടെ കാഴ്ചകളിലേക്ക് മിസ്റ്റ് സ്റ്റോറി നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നു. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് ദയവായി ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുന്നത് പുതിയ വീഡിയോകളുടെ ലഭ്യതയ്ക്ക് സഹായിക്കുന്നതാണ്. 6 മാസത്തോളം സമയമെടുത്ത് 376 കിലോഗ്രാം ഗുഗ്ഗുൾ, 376 കിലോഗ്രാം തേങ്ങച്ചിരട്ടകൾ, 190 കിലോഗ്രാം നെയ്യ്, 1470 കിലോഗ്രാം ചാണകം, 420 കിലോഗ്രാം ഔഷധ സസ്യങ്ങൾ എന്നിവ ഉപയോഗിച്ച് ബധോരയിൽ തയ്യാറാക്കിയ കൂറ്റൻ അഗർബത്തി രാമക്ഷേത്രഭൂമിയായ അയോധ്യയിലേക്കുള്ള പ്രയാണത്തിലാണ്. 108 അടി നീളവും 3.5 അടി വീതിയും 3610 കിലോഗ്രാം ഭാരവുമുള്ള പടുകൂറ്റൻ ധൂപവർഗം ഡൽഹിയിലെ കുത്തക് മീനാറിൻ്റെ പകുതിയോളം ഉയരം കണക്കാക്കുന്നു. 6 മാസത്തോളം സമയമെടുത്ത് തർസാലി പ്രദേശത്തെ വിഹാഭായ് ഫർവാദ്രെ എന്നയാൾ തയ്യാറാക്കിയതാണ് ഈ പടുകൂറ്റൻ അഗർബത്തി. ജനുവരി 18 ഇത് ക്ഷേത്രമുറ്റത്തെത്തും എന്ന് പറയപ്പെടുന്നു. പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ കത്തിക്കുന്ന ഈ ധൂപവർഗം 45 ദിവസത്തോളം നിന്നെരിയുന്നതാണ്. സുഗന്ധം 50 കിലോമീറ്ററോളം ചുറ്റളവിൽ വ്യാപിക്കുമെന്ന് നിർമ്മാതാവ് അവകാശപ്പെടുന്നു. പ്രത്യേക ട്രെയിലറിലാണ് ഈ സ്റ്റിക്ക് ഗുജറാത്തിൽ നിന്ന് അയോധ്യയിലേക്ക് എത്തിക്കുന്നത്. യുപിയിലെ അലിഗഡിൽ നിന്നും സത്യപ്രകാശ് ശർമ്മ എന്ന പൂട്ട് നിർമ്മാതാവ് 4.5 അടി വീതിയും 10 അടി ഉയരവും 9.5 ഇഞ്ച് കനവുമുള്ള 400 കിലോഗ്രാം ഭാരത്തിൽ കൂറ്റൻ പൂട്ടും താക്കോലും ട്രസ്റ്റിന് സമ്മാനിച്ചു. ഇത് ലോകത്തിലെ ഏറ്റവും വലിയ കൈകൊണ്ടുണ്ടാക്കിയ പൂട്ടും താക്കോലുമാണെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. ക്ഷേത്രത്തിലെ പ്രതീകാത്മക പൂട്ടായി ഇത് ഉപയോഗിക്കാവുന്നതാണ്. അഹമ്മദാബാദിൽ നിന്നുള്ള 64-കാരനായ ചർല ശ്രീനിവാസ് ശാസ്ത്രി 8000 കിലോമീറ്ററോളം നടന്ന് സ്വർണം പൂശിയ പാദരക്ഷകൾ തലയിൽ ചുമന്ന് ക്ഷേത്ര ട്രസ്റ്റിന് കൈമാറാനായി അയോധ്യയിലേക്ക് തിരിച്ചിട്ടുണ്ട്. രാമനോടുള്ള ഭക്തിയും കർസേവകനായ പിതാവിനോടുള്ള ആദരവുമാണ് ഈ ദൗത്യത്തിന് പിന്നിലെന്ന് അദ്ദേഹം പറയുന്നു. പാദരക്ഷകൾക്ക് 1.2 കോടിയാണ് നിർമ്മാണ ചെലവ്. സൂററ്റിൽ നിന്നുള്ള വജ്ര വ്യാപാരി 5000 വജ്രങ്ങളും 2 കിലോഗ്രാം വെള്ളിയും ഉപയോഗിച്ച് രാമക്ഷേത്രത്തിൻ്റെ പ്രമേയത്തിലുണ്ടാക്കിയ മാല ട്രസ്റ്റിന് സമ്മാനിച്ചു. 40 കരകൗശല വിദഗ്ധർ 35 ദിവസം കൊണ്ടാണ് മാല പൂർത്തിയാക്കിയത്. 8 രാജ്യങ്ങളുടെ സമയം ഒരേ സമയം കാണിക്കുന്ന അപൂർവ ക്ലോക്കാണ് അയോധ്യയിലേക്കെത്തുന്ന മറ്റൊരു സമ്മാനം. പ്രദേശത്തെ പച്ചക്കറി കച്ചവടക്കാരനായ അനിൽകുമാർ സാഹുവാണ് ഈ അപൂർവ സമർപ്പണം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അയോധ്യയിലേക്കെത്തുന്ന മറ്റൊരു അത്ഭുതമാണ് അജയ്ബാൻ. പഞ്ചലോഹങ്ങളാൽ നിർമ്മിച്ച 5 അടി നീളവും 11.5 കിലോ ഭാരവുമുള്ള അമ്പ് അഹമ്മദാബാദിൽ നിന്നുള്ള ജയ്ഫോലെ ഗ്രൂപ്പാണ് സമർപ്പിക്കുന്നത്. വത്വയിലെ ദീപേഷ് ഭായ് പട്ടേലിൻ്റെ ഫാക്ടറിയിൽ 15 ശില്പികൾ 5 ദിവസമെടുത്താണ് രാവണനെ വധിക്കാൻ ശ്രീരാമൻ ഉപയോഗിച്ചതായി വിശ്വസിക്കപ്പെടുന്ന അജയ്ബാനിൻ്റെ പതിപ്പ് നിർമ്മിച്ചത്. അമ്പ് നിർമ്മാണത്തിനായി 5 ലക്ഷം രൂപയോളമാണ് ചിലവായത്. ശ്രീരാമദേവൻ്റെ ക്ഷേത്രമുറ്റത്ത് സ്ഥാപിക്കുവാനായി ഗുജറാത്തിലെ ദിരിയാപൂരിൽ നിന്നുള്ള ഓൾദബ്ഗർ സമാജിൻ്റെ 56 ഇഞ്ച് വലുപ്പമുള്ള നാഗരു എന്ന ടേബിൾ ഡ്രം സംഭാവനയായി നൽകി. ഡ്രമ്മിന് 450 കിലോഗ്രാം ഭാരമുണ്ട്. ഡ്രമ്മിൻ്റെ ശബ്ദം 1 കിലോമീറ്റർ അകലെയോളം കേൾക്കുമെന്നാണ് നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത്. അശോക് വാതികയിൽ നിന്നുള്ള ഒരു പാറയാണ് ശ്രീലങ്കൻ പ്രതിനിധികൾ ക്ഷേത്രത്തിന് സമർപ്പിച്ചത്. സീതയെ അപഹരിച്ച ശേഷം രാവണൻ രഹസ്യമായി തടവിലാക്കിയിരുന്ന പൂന്തോട്ടമാണ് അശോക് വാദി അഥവാ അശോകവാടി. ശ്രീലങ്കയിലെ സീത ഏരിയയിലെ ഹക്കല ബൊട്ടാണിക്കൽ ഗാർഡനിലാണ് ഈ ആരാമമുള്ളത്. മറ്റൊരു സമർപ്പണമെന്ന് പറയുന്നത് നേപ്പാളിലെ ജനക്പൂരിലെ
രാംജാൻഗി ക്ഷേത്ര പൂജാരി 1000-ലധികം കൊട്ടകളിലും ബക്കറ്റുകളിലുമായി വെള്ളിച്ചെരുപ്പുകൾ, ആഭരണങ്ങൾ, വസ്ത്രങ്ങൾ എന്നിവ ട്രസ്റ്റിന് കൈമാറിയിട്ടുണ്ട്. ജലേസർ നഗറിലുള്ള വ്യവസായി 2400 കിലോഗ്രാം ഭാരമുള്ള അഷ്ടധാതുക്കളായ സ്വർണം, വെള്ളി, ചെമ്പ്, ലെഡ്, സിങ്ക്, ഇരുമ്പ്, മെർക്കുറി, ടിൻ എന്നിവയാൽ നിർമ്മിച്ച മണികൾ ട്രസ്റ്റിന് കൈമാറി. ഏകദേശം 25 ലക്ഷം രൂപ വിലമതിക്കുന്ന ഈ മണിയുടെ ശബ്ദം 10 കിലോമീറ്റർ ദൂരെ വരെ കേൾക്കാമെന്ന് അവകാശപ്പെടുന്നു. ഇതോടൊപ്പം 51 കിലോഗ്രാം ഭാരമുള്ള മണികൾ കൂടി ക്ഷേത്രത്തിലേക്ക് സമർപ്പിച്ചിട്ടുണ്ട്. ഇവയൊന്നും കൂടാതെ ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ 44 അടി നീളമുള്ള പിച്ചള കൊടിമരവും ചെറിയ 6 കൊടിമരങ്ങളും അഹമ്മദാബാദിൽ നിന്നും ഫ്ലാഗ് ഓഫ് ചെയ്തിട്ടുണ്ട്. വധോരയിൽ നിന്നുള്ള അരവിന്ദ് ഭായ് മംഗൾ ഭായ് എന്ന കർഷകൻ 1100 കിലോഗ്രാം ഭാരമുള്ള കൂറ്റൻ വിളക്ക് ക്ഷേത്രത്തിന് കൈമാറി. ഈ വിളക്കിന് 9.5 അടി ഉയരവും 8 അടി വീതിയുമുണ്ട്. പഞ്ചധാതുക്കളായ സ്വർണം, വെള്ളി, ചെമ്പ്, സിങ്ക്, ഇരുമ്പ് എന്നിവയാൽ നിർമ്മിച്ചിരിക്കുന്ന ഈ വിളക്കിൽ 851 കിലോഗ്രാം നെയ്യ് ഉൾക്കൊള്ളുന്നതാണ്. അയോധ്യയിലേക്കെത്തുന്ന മറ്റൊരു മനോഹരമായ സമർപ്പണമാണ് ശ്രീരാമൻ്റെയും അയോധ്യ ക്ഷേത്രത്തിൻ്റെയും ചിത്രങ്ങളുള്ള മാം ജാനകി എന്ന പേരിലുള്ള പ്രത്യേക രൂപകൽപ്പന ചെയ്ത സാരി. ഗുജറാത്തിലെ ടെക്സ്റ്റൈൽസിൽ നിന്നും ഈ സാരി അയോധ്യയിലേക്കെത്തുന്നു. അയോധ്യയിലേക്കുള്ള മറ്റൊരു സമർപ്പണ കൗതുകമാണ് നാഗ്പൂരിലെ ഷെഫായ വിഷ്ണു മനോഹർ 7000 കിലോഗ്രാം ഹൽവയും മധുരയിൽ നിന്നും 200 കിലോഗ്രാം ലഡുവും അയോധ്യയിലേക്കുള്ള പ്രാണപ്രതിഷ്ഠാ ദിവസം അവിടേക്ക് നൽകപ്പെടുന്നത്. ഈ കാഴ്ചവസ്തുക്കളൊന്നും കൂടാതെ എണ്ണിയാൽ ഒടുങ്ങാത്ത ഒട്ടനവധി കാഴ്ചവസ്തുക്കളാണ് രാമഭഗവാന് സമർപ്പണമായി ലോകമെമ്പാടുമുള്ള രാമഭക്തർ സമർപ്പിക്കുന്നത്. വരും ദിനങ്ങളിൽ കൂടുതൽ സമർപ്പണങ്ങളുടെ കാഴ്ചകളും വിശേഷങ്ങളും ഭക്തരിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്കും ഷെയറും നൽകാൻ മറക്കരുതേ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.